ഐതിഹാസികമായ പുതിയുഗയാത്ര മണ്ണാക്കാരിൽ ചരിത്രമുള്ള മണ്ണാക്കാരിന്റെ മണ്ഡലത്തിൽ രാധാനായകന് വിവാഹത്തിനുള്ള സൗകര്യമൊരുക്കിയതിനു ശേഷം
വിളിച്ചോട്ടെ. മുദ്രാവാക്യം ഇങ്ങോട്ട് വാ. മുദ്രാവാക്യം വക്കീൽ മുദ്രാവാക്യം ഇങ്ങോട്ട് വാ. MSFന്റെ മണ്ഡലം പ്രസിഡന്റ് മുദ്രാവാക്യം. ആരെങ്കിലും ഒരാള് അവിടെ എത്തി. ഹലോ. അഭിവാദ്യങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അമരക്കാര ഞങ്ങളുടെ പ്രിയനാം VDS ഞങ്ങളൊന്നു പറയട്ടെ കുന്തിപ്പുഴയുടെ തീരത്ത് നെല്ലിപ്പുഴയുടെ ചാരത്ത് മണ്ണും മാറും കാടും ചേർന്ന വീര VD സതീശ ധീരതയോടെ നയിച്ചോളൂ. അഭിവാദ്യങ്ങൾ പുതുയുഗയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. മണ്ണാർക്കാടിന്റെ അഭിവാദ്യങ്ങൾ. നിലപാടുകളുടെ രാജകുമാര ജനാധിപത്യ കാവൽക്കാര ധീര VD സതീശ ധീരതയോടെ നയിച്ചോളൂ. അഭിവാദ്യങ്ങൾ എൻ ശംസുദ്ദീന്റെ അഭിവാദ്യങ്ങൾ. മണ്ണാർക്കാടിന്റെ അഭിവാദ്യങ്ങൾ. സ്റ്റേജിൽ നിന്ന് പരിമിതമായി നേതാക്കന്മാരെ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ മൈക്ക് ഓപ്പറേറ്റർ ഈ ഭാഗത്തേക്ക് വരണം. ഇവിടെ തിരക്കിൽ പെട്ടുകൊണ്ട് അതിന്റെ ആംബിൾഫയർ ഉൾപ്പെടെ താഴെ വീണിട്ടുണ്ട്. ആ രണ്ട് വഴിയുടെ ഭാഗത്തു നിന്നും ഇറങ്ങി നിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. മൈക്ക് ഓപ്പറേറ്ററുടെ സഹായം വേണം. ഇവിടെ ഇതിന്റെ ആംബിൾഫയർ ഉൾപ്പെടെ താഴേക്ക് വീണിരിക്കുകയാണ്. അത് നേരാക്കാൻ ഒരു 5 മിനിറ്റ് സമയം വേണം. വേദിയിൽ നിന്ന് പരമാവധി സ്വയം നിയന്ത്രിച്ച് ബാക്കിയുള്ള ആളുകൾ നേതാക്കന്മാർക്ക് സൗകര്യം ചെയ്യണം. ഞാനും കേട്ടണ്ട വൈറ്റുകാട്
ശരിയല്ലേ മോനെ തുടങ്ങിക്കോട്ടെ. പ്രിയമുള്ളവരെ, പരിപാടി ആരംഭിക്കുകയാണ്. നമ്മൾ സ്വാഗതം പറയുന്നതിന് മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ല, കേരളത്തിന്റെ നായകൻ ശ്രീ വി.ഡി. സതീശൻ അവറുകൾ മണ്ണാർക്കാടിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. ആരാർപ്പണങ്ങളൊക്കെ പിന്നീടാണ്, പക്ഷേ സ്വാഗതം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആരമണിയിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങാൻ മണ്ണാർക്കാടിന്റെ മണ്ണിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയിലേക്ക് വന്ന പ്രതിപക്ഷ നേതാവിനെ ആരമണിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചടങ്ങിന് സ്വാഗതം പറയാൻ ബഹുവന്യനായ UDF-ന്റെ കൺവീനർ ശ്രീ ബേബിയേട്ടൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹലോ, ദയവ് ചെയ്ത് ഈ ബോക്സിന് പരിസരത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവ് ചെയ്ത് അവിടുന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ, നിങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നായകൻ മണ്ണാർക്കാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഔപചാരികമായ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ റഷീദ് അലായൻ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ E.T. മുഹമ്മദ് ബഷീർ, ജാഥ ക്യാപ്റ്റൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കേരളം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഇവിടെ ഒരു ഭരണം ഉണ്ടാവും, കേരളത്തിന്റെ ദുസ്ഥിതി മാറും, ഇവിടെ കണ്ണീരിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം വളരെ ആവേശത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് 6-ാം തീയതി തുടങ്ങിയ തന്റെ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 10,000ങ്ങളുടെ ആവേശജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മണ്ണാർക്കാടിന്റെ ഭൂമികയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ആദരപൂർവം സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് ഇവിടെ നമ്മളോട് ഏതാണ്ട് അരമണിക്കൂറിലധികം പ്രസംഗിച്ചു പോയ ശ്രീ N.K. പ്രേമചന്ദ്രൻ MP അവറുകളാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MP നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഹരമായി മാറി. നമ്മുടെ യുവാക്കൾക്കെല്ലാം എപ്പോഴും അദ്ദേഹത്തിന്റെ സാമീപ്യം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പാലക്കാടിന്റെ പ്രിയപുത്രൻ ശ്രീ V.K. ശ്രീകണ്ഠൻ MP അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLA N. ഷംസുദ്ദീൻ ഇവിടെയുണ്ട്. മണ്ണാർക്കാടിനത്തിന്റെ വികസനത്തിന്റെ 100 മാർക്കുകൾ കൊടുക്കുവാൻ ജനങ്ങൾ കാത്തിരിക്കുന്ന ശ്രീ N. ഷംസുദ്ദീൻ വീണ്ടും നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ DCCയുടെ കരുത്തനായ പ്രസിഡന്റ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലയിലെ വേദന അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സഹായവുമായി കാത്തിരിക്കുന്ന DCCയുടെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ A. തങ്കപ്പൻ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ശ്രീ മരക്കാർ മാലായമംഗലം അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനറൽ കൺവീനർ ശ്രീ പി ബാലഗോപാലൻ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായിട്ടുള്ള KPCCയുടെ സെക്രട്ടറി ശ്രീ ഹരിഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ തന്നെ ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ, ഫിറോസ് ബാബു, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മണ്ണാർക്കാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളായ ശ്രീ അഹമ്മദ് അഷ്റഫ്, ശ്രീ PR സുരേഷ്, VV ഷൗക്കത്ത് അലി, അതുപോലെ തന്നെ ഷിബു സിറിയക്, ശ്രീ സലാം മാസ്റ്റർ, കോയക്കുട്ടി പൊൻപാറ കോയക്കുട്ടി, കല്ലടി അബൂബക്കർ, ബാലു, MR സത്യൻ, രാമദാസ്, സി മുഹമ്മദ് ബഷീർ, മനോജ്, അതുപോലെ തന്നെ KDPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ്, ശ്രീ ബാബു തോമസ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ VD ജോസഫ്, ജില്ലാ പ്രസിഡന്റ് ശ്രീ VD ഉലഹന്നാൻ, നിങ്ങളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സന്ദീപ് വാര്യർ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിയും സുപ്രസിദ്ധ വാഗ്മിയുമായ BRM ഷഫീഷ് ഇവിടെയുണ്ട്. അദ്ദേഹവും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ CMBയുടെ കലാധരൻ, JSSന്റെ ശിവാനന്ദൻ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജോബി ജോൺ, തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും എല്ലാം സമുന്നതരായ നേതാക്കളെയും വളരെ ആവേശപൂർവ്വം ഈ യോഗത്തിലെത്തി ശ്രീ VD സതീശന്റെ പ്രസംഗം കേൾക്കുവാൻ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ചെറുപ്പക്കാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഷാനിമോൾ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച് നിങ്ങളെ വളരെയധികം ആവേശം കൊള്ളിച്ച നമ്മുടെ വനിതാ നേതാവ്, കേരള കോൺഗ്രസ് KPCCയുടെ സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സമിതി അംഗവും കൂടിയായ ബഹുമാനിയായ ഷാനിമോൾ ഉസ്മാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുവാൻ മണ്ണാർക്കാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ശ്രീ റഷീദ് ആലായൻ അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അഭിവന്യനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഇതുവരെ പ്രതിപക്ഷ നേതാവായിരുന്നു. കേരളത്തിന്റെ ഭരണമാറ്റത്തിന് നേതൃത്വം നൽകുന്ന അഭിവന്യനായ ശ്രീ VD സതീശൻ അവറുകൾ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബ്, പ്രിയപ്പെട്ട പാലക്കാടിന്റെ MP പ്രിയപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠൻ, മണ്ണാർക്കാടിന്റെ അഭിവന്യനായ നിയമസാമാജികൻ, വികസന നായകൻ ശ്രീ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, അതുപോലെ തന്നെ DCCയുടെ പ്രസിഡന്റ് തങ്കപ്പേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ UDFന്റെ ചെയർമാൻ അഭിവന്യനായ മരക്കാർ മാരായമംഗലം, UDFന്റെ കൺവീനർ ശ്രീ ബാലഗോപാലേട്ടൻ, അതുപോലെ തന്നെ വേദിയിലെ പ്രിയമുള്ള ശ്രീ സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ VRM സഫീർ, പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് അസിസ് മാസ്റ്റർ, അതുപോലെ അഹമ്മദ് അഷ്റഫ്, TS സലാം മാസ്റ്റർ, ശ്രീ സുരേഷ് ഏട്ടൻ,
പ്രിയപ്പെട്ട കോയക്കുട്ടി, ഹുസൈൻ കോളശ്ശേരി, വേദിയിലെ പ്രഗത്ഭരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയുടെ നേതാക്കന്മാർ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഇനി ആരുടെയെങ്കിലും പേര് അഭിമന്യരും അതുപോലെ തന്നെ സീനിയർ നേതാക്കന്മാരുമാണ്, ആരുടെയെങ്കിലും പേര് വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ മുൻനിരയിലെ അഭിമന്യരായ നേതാക്കന്മാരെ മാത്രമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യാത്ര ഇവിടെ എത്തിയപ്പോൾ പലതവണയായി ഇവിടെ വന്ന ആളുകളോട് ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. ശ്രീ വി ഡി സതീശനെ കാണാനും കേരളത്തിന്റെ ഭരണമാറ്റത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ നിലപാടിന്റെ രാജകുമാരനെ കാണാനും ഓടിയെത്തിയ ജനങ്ങളോട് അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളോടൊന്ന് ക്ഷമ ചോദിക്കുന്നത്, ഇരിക്കുന്ന എല്ലാവരെയും ഇരുത്തി ഈ സമ്മേളനം അറേഞ്ച് ചെയ്യാനാണ് ഞങ്ങൾ ആലോചിച്ചത്. പക്ഷേ സമ്മേളന നഗരിയിൽ ഈ ടൗണിലെ മുഴുവൻ ഡെക്കറേഷൻ സ്ഥാപനങ്ങളുടെയും കസേരകൾ ഒരുക്കിയിട്ടും തികയാതെ വന്നിരിക്കുകയാണ് എന്നുള്ളതാണൊന്ന്. മറ്റൊരു അനുഭവമുള്ളത്, തൊട്ടടുത്തൊരു ജാഥ വന്നപ്പോൾ 2500 കസേര പറഞ്ഞ് 2000 ആക്കി, 1500 ആക്കി, 1000 500 ആക്കിയിട്ടും ബാക്കിയായി എങ്കിൽ അതല്ല, ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, ഇത് ടീം UDF ആണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബോധ്യപ്പെടുത്തുകയാണ്. നേതാക്കന്മാർ ഒരുപാട് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം മാത്രം, 15 വർഷമായി ഈ മണ്ണാർക്കാട് MLA ആയത് ശ്രീ അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷമായി അഭിമന്യനായ നേതാവ് ശ്രീപ്പെട്ട VK ശ്രീകണ്ഠനാണ് നമ്മുടെ പ്രതിനിധിയായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ശക്തമായി പിന്തുണ നൽകാൻ, കൈപ്പൊക്കാൻ നമ്മൾ വലിയ വോട്ട് നൽകിക്കൊണ്ട് വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമ്മേളനം, ഈ രാജജാഥ നടത്തുന്ന സമയം ശ്രീ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അമരക്കാരനായ അഭിമന്യനായ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോൾ ആ യാത്രയുടെ പ്രചരണാർത്ഥം നടത്തിയ ഒരു വാഹനജാഥയുണ്ടായിരുന്നു. മണ്ണാർക്കാട്ട് നിലവിലുള്ള MLA-യുടെയും MP-യുടെയും വികസനങ്ങളെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, നിരന്തരം സത്യവിരുദ്ധമായ മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റുകളൊക്കെ അവരുടെ അകത്തളങ്ങളിൽ സങ്കടം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജാഥ അവസാനിക്കുമ്പോ CPM പാലക്കാട് ജില്ലയിൽ അടപടലം പൊട്ടാൻ പോവുകയാണ് എന്ന തിരിച്ചറിവ് മണ്ണാർക്കാട്ട സഖാക്കൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഉണ്ടായി പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഉണ്ടായി. ഈ VD സതീശന്റെ യാത്ര വരുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ പരിഭ്രാന്തിയായിരുന്നു. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ഇതിൽ ലീഗ് ഏത്, കോൺഗ്രസ് ഏതെന്ന് തിരിച്ചറിയാത്ത, ഘടകകക്ഷി പ്രവർത്തകരെ തിരിച്ചറിയാത്ത ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ട. അവിടെ നിങ്ങൾക്ക് വീണ്ടും പരാജയ ഭീതിയുണ്ട്. നിങ്ങൾ സംശുദ്ധി നടത്തിയ വികസനങ്ങൾ ഒന്നുമില്ല എന്ന് മണ്ണാർക്കാട് നിന്ന് പറയുകയാണ്. നെല്ലിപ്പുഴ പാലം കല്ലടിയുടെ കാലത്ത് തകരാറായപ്പോ സമരം ചെയ്തവർ പറയുകയാണ് അത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നതാ. ഞാൻ എണ്ണി പറയുന്നില്ല. പ്രിയപ്പെട്ട മണ്ണാർക്കാട് MLA പ്രിയപ്പെട്ട ശംസുദ്ദീൻ വന്ന് ആദ്യമായി റബ്ബറൈസ് ചെയ്ത റോഡ് പ്രിയപ്പെട്ട കണ്ണൻകുണ്ട് റോഡാണ്. അവിടെ കണ്ണൻകുണ്ട് പാലത്തിന് അദ്ദേഹം 14 കോടി രൂപ നീക്കിവെച്ചു അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന്. എന്നിട്ട് പാലം വരാത്തത് പ്രതിപക്ഷത്തിന്റെ കുറ്റമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഭരണപക്ഷത്തെ താഴെ ഇറക്കിയാൽ പ്രതിപക്ഷം കൊണ്ട് കാണിച്ചു തരാം കണ്ണൻകുണ്ട് പാലം എന്നുള്ളതാണ്. ഭരണാനുമതി വാങ്ങി. മാത്രവുമല്ല, എന്നിട്ട് പറയുന്നു MLA സമരം ഇരിക്കണ്ടേ, MLA സമരം നടത്തണ്ടെന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ പറയുന്നില്ല. മൊബൈലിലേക്ക് സമയം നോക്കിയാണ് പ്രസംഗിക്കുന്നത്. അന്ന് കാരണഭൂതൻ ഇവിടെ വന്നല്ലോ. കാരണഭൂതൻ വന്നപ്പോ മണ്ണാർക്കാട്ട CPM നേതൃത്വം, അലനല്ലൂരിലെ CPM നേതൃത്വം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങൾ കണ്ണൻകുണ്ട് പാലം പ്രധാന വികസന വിഷയമാണ്, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കണ്ണൻകുണ്ട് പാലം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയവരാണ്. NDA CPM-ന് കണ്ണൻകുണ്ട് പോലുള്ള പാലം പോലുള്ള മണ്ണാർക്കാട്ട വികസന വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയത്. ഒരു വികസനവും ഇവിടെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ സംഭാവനയില്ല. ഞാൻ ഈ പ്രാദേശിക വിഷയം മാത്രം പറയുന്നത്, അത്ര CPM ദുർബലമായിട്ടുണ്ട്. നട്ടുച്ചക്കും നട്ടപ്പാതിരക്കും ആളുകൾ കൂടുന്ന CPIM നേതൃത്വം നൽകുന്ന ഒരു യാത്ര ഇന്നലെ വന്നുപോയി. ആ വന്നുപോയ യാത്രയുടെ അതിദയനീയമായ ചിത്രം മാധ്യമ പ്രവർത്തകരുടെ കയ്യിലുണ്ടാകും.
ഇവിടെ CPM കേരളത്തിൽ മാത്രമല്ല മണ്ണാർക്കാട് തകർത്ത് തരിപ്പണമായിരിക്കുകയാണ്. ആ CPM-ന്റെ അകത്ത് എല്ലാം പൊട്ടിത്തെറിയുടെ വക്കിലാണ് CPM നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭരണമാറ്റമാണ്. ഇടതുപക്ഷത്തിന്റെ ഭരണ വൈകല്യങ്ങളല്ല ഈ നായകന്മാർ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ ഭരണ വൈകല്യമല്ല, എങ്ങനെ കേരളം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആദ്യം നടത്തുന്ന ഒരു യാത്ര. ആ യാത്രയുടെ നായകന്റെ പേരാണ് ശ്രീ VD സതീശൻ. എല്ലാവരും യാത്ര നടത്തുമ്പോ ഇടതുപക്ഷത്തിന്റെ ഭരണ വൈകല്യം മാത്രം പറയാറാണ്. ഇവിടെ അതല്ല പറയുന്നത്. കേരളത്തിൽ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എണ്ണി എണ്ണി മലയാളിക്ക് ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത്. ഈ ജാഥ അവസാനിക്കുമ്പോൾ അതിലൂടെ പിന്നീട് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരൈക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളുടെ 2 അഭിമന്യരായ ജനപ്രതിനിധികളുണ്ട്. ഒന്ന് VK ശ്രീകണ്ഠനാണ്. ഇവിടെ 35,000 വോട്ട് നൽകിയ മണ്ഡലത്തിന്റെ പേരാണ് മണ്ണാർക്കാടെന്ന്. 3 വട്ടം ഹാട്രിക് വിജയം അഡ്വക്കേറ്റ് N ശംസുദ്ദീന് പിന്തുണ നൽകിയ മണ്ഡലത്തിന്റെ പേരാണ് മണ്ണാർക്കാടെന്ന്. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഇവിടെ ഈ മുന്നണി ശക്തമായി മുന്നോട്ട് പോകും. അലനല്ലൂർ മുതൽ അഗളി വരെ എല്ലാ പഞ്ചായത്തും ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചെങ്കിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് താഴെ ഞങ്ങൾക്ക് കൊമരമ്പത്തൂര് നഷ്ടപ്പെട്ടത്. അട്ടപ്പാടിയിൽ 2 പഞ്ചായത്ത് പിടിച്ചു. പക്ഷേ നഷ്ടപ്പെട്ട പഞ്ചായത്ത് CPM-ന് പിടിക്കാൻ സാധിച്ചില്ല. BJP-ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ ഈ മണ്ഡലത്തിന്റെ ഒരറ്റത്ത് BJP-യേക്കാൾ ദയനീയമാണ് CPM-ന്റെ അവസ്ഥ എന്നത് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ നിർത്തി 15 കൊല്ലം MLA നടത്തിയ വികസനങ്ങളെ നിഷേധിച്ച CPM അത് പറയാൻ തയ്യാറാകണം. 3-ാം കൂലി പ്രാസംഗികരെ കൊണ്ടല്ല. CPM-ന്റെ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി പറയണം നടത്തിയ വികസനം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ നെല്ലിപ്പുഴ പാലം ഉൾപ്പെടെ അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യങ്ങളുടെ സംഭാവനയാണ്. ഇവിടുത്തെ എല്ലാം ഐക്യ ജനാധിപത്യങ്ങളുടെ സംഭാവനയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നേതാക്കന്മാർ സംസാരിക്കും. കേരളത്തിലെ പ്രിയങ്കനായ മുസ്ലിം ലീഗിന്റെ നേതാവ്, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി, ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഈ രാജ്യത്തെ മതേതര വിതര നിലപാട് സ്വീകരിക്കുമ്പോൾ നോ എന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി ഗ്രാമങ്ങളിലേക്ക് ഓടിയെത്തുന്ന പ്രിയങ്കരനായ അഭിമന്യനായ നമ്മുടെ നേതാവ് ഇത് ഉദ്ഘാടനം ചെയ്യും. പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിനെ മണ്ണാർക്കാടിന്റെ ഐക്യ ജനാധിപത്യങ്ങളുടെ ഉരുക്കുകോട്ടയിലേക്ക് ഈ ജനസമ്മർദ്ദത്തെ സാക്ഷി നിർത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. റെഡിയാണ്. ഇട്ട യൂത്ത് കോൺഗ്രസിന് മുമ്പിലൊന്നോ? ശരി. ഈ ആളുകൾ ബാക്കിൽ നിന്ന് ബഹളം വെക്കുന്നത് ഈ സൈഡിലുള്ള ആളുകളൊന്ന് സഹായിച്ചാൽ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്, എന്നാലും ഒന്ന് സഹായിക്കുക. പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് നമ്മുടെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ നേതാവ് ഈ വമ്പിച്ച മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ ആവേശപൂർവ്വം കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധാബിന്ദുവായി അന്നും ഇന്നും ശോഭിക്കുന്ന ശ്രീ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. ഈ സ്റ്റേജിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ ധാരാളം ആളുകളുണ്ട്. എല്ലാം വളരെ ആധികാരികമായ വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളെയും ഈ പുതിയുഗ യാത്രയുടെ സന്ദേശത്തെ പറ്റിയുമൊക്കെ വിശാലമായിട്ട് സംസാരിക്കാം. ജനപ്രതിനിധികൾ എങ്ങനെയാകണമെന്നതിന് വളരെ ശാസ്ത്രീയമായൊരു മോഡൽ തന്നെ സൃഷ്ടിച്ച 2 പേർ എൻ്റെ ഇടത്തും വലത്തുമുണ്ട്. ശ്രീ ശ്രീകണ്ഠനും ശ്രീ ശംസുദ്ദീൻ. എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്
കൃത്യമായി വിലയിരുത്തി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ നേതാക്കൾ രണ്ടുപേരും. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ വാഗ്മികൾ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാത്മ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഏതാനും മിനിറ്റുകൾ മാത്രം സംസാരിച്ച് നിർത്താം. ഈ ജാഥയുടെ വടക്കൻ കേരളത്തിലുണ്ടായിരുന്ന പല കേന്ദ്രങ്ങളിലും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാനും അത് കാണുവാനും സാധിച്ചു. അപ്പോൾ ഈ വേദിയിലെല്ലാം തന്നെ നമ്മുടെ നേതാവ് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സാങ്കേതികമായി ഞാനാണെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തെ UDF പ്രസ്ഥാനത്തിൻ്റെ മൊത്തമുള്ള യോജിപ്പാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ആവേശകരമായി ജനങ്ങളത് ഏറ്റെടുത്തു. ടീം UDF എന്ന് പറയുന്നത് അധാർമികതയ്ക്കെതിരെ ധീരോദത്തമായി ഒരു ഹൃദയം പോലെ ഒരാത്മാവ് പോലെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളത് ഈ വിധത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു മാറ്റമുണ്ട്. ഇവിടെ ഈ പ്രയാണം തുടരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ നേതാക്കളെല്ലാം പറഞ്ഞിരുന്ന കാര്യമുണ്ട്. ഇത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഇവിടെ വലിയ പരിവർത്തനങ്ങളുണ്ടാകും. അത് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു അലങ്കാര പ്രയോഗം എന്നുള്ള നിലയിൽ പലരും പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു യാത്ര കൊണ്ട് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ഇത്രയും വേഗതയിൽ സാധിച്ച അദ്ദേഹത്തെ ഞാൻ ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ടീം UDFനെയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞൊരു നാടാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം, സാക്ഷരതയുടെ കേന്ദ്രം, ലോകത്തിൽ പല ഉത്തമമായ മാതൃകകളും കാണിച്ചൊരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ കൊണ്ടുചെന്ന് എത്തിച്ച മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഏറ്റവും സങ്കടകരമായ അവസ്ഥയും അത് തന്നെയാണ്. ഒരുപാട് പ്രാരാബ്ധങ്ങൾക്കിടയിൽ, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ കേരളത്തെ ലോകത്തിൻ്റെ മോഡലായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ അഭിമാനമുള്ള ജനങ്ങളാണ് നമ്മൾ. എന്നാൽ നിർഭാഗ്യവശാൽ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് അതിൽ നമ്മൾ പ്രവാഹമെന്ന് വിളിക്കണമോ മറ്റെന്തെങ്കിലും അതിന് സാമ്യമായത് പറയണമോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താണ് കാരണം? നമുക്കറിയാവുന്ന ഒരു സത്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്കെതിരായി ഏത് തലത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും ആ നന്മയ്ക്കെതിരായി നീങ്ങുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രവാഹമുണ്ട്. വളരെ ശ്രദ്ധേയമായൊരു മാറ്റമാണിത്. ആ പ്രവാഹം എന്താണ്? ആ പ്രവാഹം ഇവിടെ മത്സരിക്കാൻ വേണ്ടി മലമ്പുഴയിൽ പോകുന്ന സുരേഷ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ പോരുന്ന സമയത്ത് ഈ TV യിൽ കണ്ടു. അതെന്താണ്? ഇടതുപക്ഷം അല്ലാതാകുന്നു. ഒറ്റ വാക്കിലൊരു ലേഖനമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഉറ്റതോഴനായി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി കൂടെ കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ രോദനം. ഇത് മാത്രമാണോ? എത്ര പേരാണ് വിപരീതമായി ഇടതുപക്ഷത്തെ പറ്റി സംസാരിക്കുന്നത്? സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ചിന്തകന്മാർ, ഇടത്തരക്കാർ, എല്ലാവരും. അവർക്കിഷ്ടമില്ലാത്ത മുഴുവനും ആളുകളും ഇന്ന് ചിന്തിക്കുന്ന എന്താണ്? ഈ മാറ്റത്തിൽ ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ, ഈ മാറ്റം സജീവമാക്കിയിട്ടില്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ കുറ്റവാളികളാകും എന്ന തോന്നലാണ് ഈ പുതിയ പ്രവാഹത്തിൻ്റെ അടിസ്ഥാന കാരണം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്ര വേഗതയിൽ ഈ മാറ്റം വന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ നൊമ്പരം അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നപ്പോൾ ഈ ഭരണകൂടത്തെ അവസാനിപ്പിക്കണമെന്ന ചിന്താധാര വളരെ ശക്തിപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ഏറ്റവും അധികം നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നവരാണ്. അവരെ ഈ വിധാനത്തിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മളിതിന് കാണുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്
ഈ തലമുറ വേണം രാജ്യത്ത് കൂടുതൽ നമുക്ക് യശസ് കൊണ്ട്. ഇവിടെ വലിയ വ്യവസായശാലകളൊന്നും വലിയ തോതിലില്ല, അതൊക്കെ പരിമിതികളുണ്ട്. ഇവിടെ കാർഷിക സമ്പത്തില്ല, ധാതു സമ്പത്തില്ല. നമുക്കാകെയുള്ളത് നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളെ ശരിയായ ദിശയിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് കളഞ്ഞു കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഗതിമാറ്റത്തിൽ വലിയ പങ്ക് നമുക്കുണ്ട്. പണ്ടത്തെ മാതിരിയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. ഇന്ന് വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ നൂറ്റാണ്ടാണ്, നോളജ് ഡ്രൈവൺ സൊസൈറ്റിയാണ്. ഈ നോളജ് ഡ്രൈവൺ സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികൾക്ക് വളർന്ന് വികാസം പ്രാപിക്കാൻ പറ്റിയ അവസരങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. UDF ഭരണകാലം ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. UDF ഭരണകാലത്ത് ഒട്ടുവളരെ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വന്നു, യൂണിവേഴ്സിറ്റികൾ ഉയർന്നു വന്നു. ഈ വിധത്തിലെല്ലാമുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. ഇന്ന് എന്ത് സംഭവിക്കുന്നു? എല്ലായിടത്തും വഴക്കാണ്. പ്രിൻസിപ്പൽമാരുമായി വഴക്ക്, വൈസ് ചാൻസലേഴ്സുമായിട്ട് വഴക്ക്, എല്ലാ രംഗത്തും നമ്മൾ താഴോട്ട് പോവുകയാണ്. കേരളത്തിൽ എന്താണോ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്, എന്താണോ നേടിയെടുക്കാനുള്ളത്, അതിൻ്റെ മുനയിൽ ശരിക്കും പറഞ്ഞാൽ വെട്ടുകത്തിയായി മാറുകയാണ് ഈ വിഭാഗം ചെയ്തിട്ടുള്ളത്. ഗൗരവമായ ചിന്തയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞു മതസൗഹാർദ്ദത്തിൻ്റെ കാര്യം. എത്ര ഖേദകരമാണ്. CPM-ന്റെ ഓരോ നേതാക്കന്മാരും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ, നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകൾ, അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖം തോന്നും. ഈ ശബ്ദം കേരളത്തിൽ നിന്നാണോ എന്ന്. കേരളത്തിലെ മതസൗഹാർദ്ദത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളെ കലയിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ നാട്ടിൽ ഇത്തരക്കാരുണ്ടല്ലോ എന്ന കാര്യം ആലോചിച്ച് ലജ്ജിക്കുന്ന ഒരു പശ്ചാത്തലത്തേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ നയങ്ങളാണ്. ഇത് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പുരോഗതിയുടെ കാര്യമാകട്ടെ, വികസനത്തിൻ്റെ കാര്യമാകട്ടെ, ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UDF-ന് ഒരു കാലമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ശ്രീ AK ആന്റണിയുടെ കൂടെയും വന്യനായ ശ്രീ K കരുണാകരൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു ജനപ്രതിയാണ് ഞാൻ. എത്രയോ കാര്യങ്ങൾ ഇവിടെ നടന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായി നല്ല വിധത്തിൽ പ്രവർത്തിക്കുന്ന കാലം കോൺഗ്രസ് അധികാരത്തിലായിരുന്നു. കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിലും ഈ പറഞ്ഞ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് വസന്തകാലമായിരുന്നു. എത്ര സ്ഥാപനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നു. ഈ കേരളം ഇന്ന് കാണുന്ന അത്ഭുതകരമായ മാറ്റത്തിൻ്റെ ശില്പികൾ UDF-ലെ നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരുമായിരുന്നു. ഡൽഹി നമ്മളോട് നന്മ കാണിച്ചിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ സ്ഥാപനങ്ങൾ, എയിംസിനെ പറ്റിയൊക്കെ ശ്രീകണ്ഠനും ഞാനും ഒക്കെ തന്നെ വളരെ സജീവമായിട്ട് പാർലമെൻറ്റിൽ സംസാരിച്ചതാണ്. ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ ഇവിടെ എയിംസിന് വേണ്ടി പ്രവർത്തിച്ചു, എയിംസിന് വേണ്ടി പ്രവർത്തിച്ച് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കേരളത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് പകരം ഓരോ ദിവസവും ഇവിടെ ഇടതുപക്ഷ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം നിഷേധാത്മകമായിട്ടുള്ള സംഗതികളാണ്. അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓർക്കേണ്ടത് ആ കേരളം തിരിച്ചു വരണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ ആലോചിക്കായിരുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർദ്രതയായിരുന്നു. ആർദ്രതയാണ് അതിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. എല്ലാ ഇവിടത്തും രോഗികൾക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ കിട്ടി. രോഗമെല്ലാവരും തീർച്ചയായിട്ടും ദുഃഖമുള്ള കാര്യമാണ്. എന്നാൽ ആ ദുഃഖത്തിനിടയിൽ പോലും ഞങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു ഇവിടുത്തെ രോഗികൾക്കുണ്ടായിരുന്നത്. എത്രയോ പദ്ധതികൾ ആവിഷ്കരിച്ചു, നടപ്പിലാക്കി, ഭംഗിയാക്കി. ഇന്നെന്താണ്? അവയെല്ലാം മുടങ്ങി നിൽക്കുകയാണ്. പാവപ്പെട്ടവന് പ്രതീക്ഷയായിരുന്ന അതെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ ഇപ്പോൾ തിരുത്തിയാൽ പോരാ, എക്കാലത്തേക്കുമായി തിരുത്താനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന സന്ദർഭമായി നമുക്കിതിനെ കാണണം. അത് കാണാൻ കഴിയുന്ന ഒരു മുന്നണി ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വി.ഡി. സതീശൻ്റെ ഈ യാത്രയിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ അടിയിൽ ഞെരിഞ്ഞമരുന്നത് ചരൽക്കല്ലുകളോ മണൽത്തരികളോ മാത്രമല്ല, ഇപ്പുറത്തെ പിണറായി വിജയൻ്റെ അഹങ്കാരത്തിന് മുനപൊടിയാണ് ഇതിൻ്റെ ഫലമായിട്ട് തകരാൻ വേണ്ടി പോകുന്നത്. ഈ ഉജ്ജ്വലമായ യാത്ര, ആ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ എന്നതുകൊണ്ട് ഇത് എന്നെ നിയോഗിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനമാണ്. കാരണം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഇതിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും പോകണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷപൂർവ്വം. മാത്രമല്ല, ഇതൊരു ചെറിയ ഒരു പരിഭവം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ മലപ്പുറം ജില്ലയിലൂടെയൊക്കെ ഇത് കടന്നു പോകുന്ന സമയത്ത് വളരെ വലിയ ജനക്കൂട്ടമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ റെക്കോർഡൊക്കെ നിങ്ങൾ തന്നെ ഭരിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ഉജ്ജ്വലമായ ഈ മുന്നേറ്റത്തിന് എല്ലാവിധ ഭാവുകളും നടന്നുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയും.
പ്രിയപ്പെട്ട നമ്മുടെ എം പി മാത്രമല്ല, ഞങ്ങൾക്ക് KSU കാലം മുതൽ ഈ പാലക്കാട് നിറഞ്ഞു നിന്നിരുന്ന പ്രിയപ്പെട്ട എം പി നമ്മളോട് അഭിവാദ്യം ചെയ്യും. അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പീക്കെന്ന് വലിക്കുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ കേരളത്തിലുള്ളവർക്കും അതുപോലെ ഇന്ത്യ സഖ്യത്തിലുള്ളവർക്കും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മതേതരത്വത്തിൻ്റെ അതിഗംഭീരമായ ശബ്ദം ശ്രീ E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹത്തെ കണ്ടു പഠിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും പറയുക. ഇത്രയേറെ ഗൃഹപാഠം ചെയ്ത് പാർലമെന്റിൽ ഓരോ നിയമവും ഭേദഗതിയും വരുമ്പോൾ കണിശമായും കൃത്യമായും ദീർഘവീക്ഷണത്തോടുകൂടിയും സംസാരിക്കുന്ന നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള MP ആണ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ്. പ്രിയപ്പെട്ട നമ്മുടെ ജാഥയുടെ നായകൻ കേരളം മുഴുവൻ പ്രതീക്ഷയോടുകൂടി ഒരു ജാഥയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ VD സതീശന്റെ പുതുയുഗ യാത്രയാണ്. ഒരു പുതുയുഗ നായകനായിട്ട് കേരളത്തിന്റെ മനസ്സ് ഇതിനോടകം കീഴ്പ്പെടുത്തിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ VD സതീശൻ അവർകൾ മണ്ണാർക്കാടിന്റെ മനസ്സും ശരീരവുമായിട്ടുള്ള 3 പ്രാവശ്യം 1.5 പതിറ്റാണ്ട് ഈ മണ്ഡലത്തിലുടനീളം ആര് എന്ത് വിമർശനം പറഞ്ഞാലും അതൊരു പോറൽ പോലും ഏൽപ്പിക്കാത്ത വികസനത്തിന്റെ തേരോട്ടം നടത്തിയ നമ്മുടെ അധ്യക്ഷന് ആവേശം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. പറയാൻ തുടങ്ങിയാൽ അരമണിക്കൂറൊന്നും പോരാ. 15 വർഷത്തെ വികസനം പകുതി വർഷം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ ഇത്രയും മാതൃകാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധി അത് നമ്മുടെ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ തന്നെയാണ്. വേദിയിലുള്ള ആദരണീയരായ നേതാക്കൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സദസ്സിലുള്ള നമ്മളെല്ലാവരെയും ഞെട്ടിച്ച് ഈ സമ്മേളനം ഒരു മഹാസമ്മേളനമാക്കിയ, സാധാരണ 8 മണി കഴിഞ്ഞാൽ മണ്ണാർക്കാട് ആളുണ്ടാകാറില്ല. പക്ഷേ മറ്റെല്ലാ ജാഥകളെക്കാളും വലിയൊരു മുന്നേറ്റമാക്കി ഈ ഒരു പുതുയുഗ യാത്രയുടെ സ്വീകരണ സമ്മേളനം മാറ്റിയ സംഘാടകരും പങ്കെടുത്ത പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെയാണ് ഞാൻ ആദ്യമായി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. VD സതീശൻ പറയുന്നത് കേൾക്കാനാണ് കാതോർത്ത് നിങ്ങൾ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ജനസഞ്ചയത്തെ സാക്ഷ്യമാക്കി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഐക്യജനാധിപത്യ മുന്നണി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ 100-ലധികം സീറ്റ് നേടി നിയമസഭയിലേക്ക് നടന്നു കയറുമ്പോൾ അതിൽ 1-ാം നിരയിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഉണ്ടാകും. കഴിഞ്ഞ തവണത്തെക്കാളും 3 ഇരട്ടി ഭൂരിപക്ഷത്തിന് UDF-ന്റെ പ്രതിനിധിയെ വിജയിപ്പിക്കും. അത് നിങ്ങളെ സാക്ഷിയാക്കി പറയാൻ മാത്രം ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഇന്ന് മുതൽ എനിക്ക് നൽകിയ ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ നൽകാൻ റെഡിയാണോ? നമ്മൾ വിചാരിച്ച നടക്കില്ലേ? ഉറപ്പല്ലേ? നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ വോട്ടെണ്ണുമ്പോ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 1-ാമതായി ജയിക്കുന്നത് മണ്ണാർക്കാട് നിയോജക മണ്ഡലമായിരിക്കണം. ഇന്ന് നമ്മൾ അതിന്റെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനം വിജയിപ്പിച്ച നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിനൊരു പുതിയ ആശയം, ഒരു പുതിയ ദിശാബോധം നമുക്ക് എല്ലാവർക്കും അതിൽ നിന്നും ഊർജം ലഭിക്കുന്ന അത്യുജ്വലമായ ഒരു വിജയ യാത്രയായി മാറട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അഭിവന്ദനായ മണ്ണാർക്കാടിന്റെ പ്രിയപ്പെട്ട MLA-യും സംസ്ഥാന ലീഗ് സെക്രട്ടറിയുമായ 15 വർഷക്കാലം നമ്മുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകി എല്ലാ വികസന വിഷയങ്ങളും ഏറ്റെടുത്ത് പരിഹരിക്കാൻ നമ്മളോടൊപ്പം നിന്നിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അവർകൾ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
UDF-ന്റെ ഈ മഹാസ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഷീദ് ആലായൻ, ഇവിടെ കേരളം ശ്രദ്ധിക്കുന്ന ഒരു ജനമുന്നേറ്റ യാത്രയുമായി ഈ സംസ്ഥാനത്തിന്റെ ഒരു പുതുയുഗ പിറവിക്കായി ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി മണ്ണുമാറും കാടും സംഗമിക്കുന്ന ഈ ജനാധിപത്യത്തിന്റെ ഭൂമികയിലേക്ക് കടന്നു വന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളെ, ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഇന്ത്യൻ പാർലമെന്റിലെ മതേതരത്വത്തിന്റെ ശബ്ദം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബ് അവർകളെ, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായ ഇന്ത്യൻ പാർലമെന്റിലെ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന, പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനകീയനായ പാർലമെന്റ് അംഗം VK ശ്രീകണ്ഠൻ അവർകളെ, അതുപോലെ തന്നെ വേദിയിൽ ധാരാളം നേതാക്കന്മാർ നമ്മളെ അഭിസംബോധന ചെയ്തവരും ഇനി സംസാരിക്കാനുള്ളവരും ഒക്കെ ഉണ്ട്. സമയപരിമിതി മൂലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബഹുമാന്യരായ നേതാക്കളെ, അതോടൊപ്പം ഈ സ്വീകരണ സമ്മേളനം ഒരു ചരിത്രമാക്കി മാറ്റാൻ, അവിസ്മരണീയമായ ഒരു യാത്രക്കുള്ള വരവേൽപ്പാക്കി മാറ്റാൻ മണ്ണാർക്കാടിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും കടന്നു വന്ന പ്രിയങ്കരരായ UDF-ന്റെ സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ യാത്ര കേവലം ഒരു രാഷ്ട്രീയ യാത്ര മാത്രമല്ല, ഇതൊരു ജനമുന്നേറ്റമാണ്. കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അതാണ് സൂചിപ്പിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവട്ടെ, അതിന് തൊട്ടു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളാവട്ടെ, പാലക്കാട് നമ്മളതിന് സാക്ഷ്യം വഹിച്ചതാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ മുന്നേറ്റം. അതിനുശേഷം നിലമ്പൂരിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റം. അങ്ങനെ എവിടെ നോക്കിക്കോളൂ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മുന്നേറ്റം അല്ലേ, അരിവാൾ ചുറ്റിക തകിടുപൊടിയായി തകർന്ന് തരിപ്പണമായ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നില്ലേ പാർലമെന്റ് പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ 3/4 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, 80,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീകണ്ഠനെ പാലക്കാട്ട് ജനത ജയിപ്പിച്ചത്. ഇതൊക്കെ രാഷ്ട്രീയമായ വലിയ മാറ്റമാണ്. ആ മാറ്റത്തിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ്. ആ സെമി ഞങ്ങൾ എടുക്കും, ഞങ്ങൾ നേടും. നമ്മൾ പറഞ്ഞ പോലെ സെമി ഞങ്ങൾ നേടി. നിങ്ങളിപ്പോഴും മെസ്സി വരുമോ വരൂലേ എന്നുള്ള തർക്കത്തിലാണ്. എന്നാൽ മെസ്സി വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, ഫൈനൽ ടീം VD സതീശൻ, ടീം UDF ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പൊ ആ മുന്നേറ്റത്തിന് വേണ്ടി, കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഞങ്ങൾ ഈ ജാഥയിൽ നിരവധി വിമർശനങ്ങൾ, ഈ സർക്കാരിന്റെ പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേവലം അവരെ വിമർശിച്ചു പോവുക മാത്രമല്ല സതീശൻ ചെയ്യുന്നത്, നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. നിങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ഞങ്ങൾ വന്നാൽ അത് എങ്ങനെ പരിഹരിക്കുമെന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അതാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, അതൊക്കെ നിയമസഭയിൽ അക്കമിട്ട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. അത് ജനമധ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികാരം കൈവന്നാൽ ഞങ്ങൾ അതിനെ ഈ രൂപത്തിൽ മറികടക്കും എന്ന് പറയാൻ ദിശണ വേണം, അതിന് കാഴ്ചപ്പാട് വേണം, അതിന് വിഷൻ വേണം, അതിനൊരു മിഷൻ വേണം. അതാണ് VD സതീശന്റെ ദൗത്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രീതിയിലാണ് ഈ യാത്ര നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചു പല വികസനങ്ങളെയും സംബന്ധിച്ച്. 15 കൊല്ലക്കാലമായി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിൽ ഒരുവനായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒച്ചിന്റെ വേഗതയിലാണ്. അട്ടപ്പാടി റോഡ് പോലുള്ള സംഗതി നമ്മുടെ കുഴപ്പമില്ല. വീണ ജോർജ് പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ തകരാറാണ്. ഞങ്ങൾ വീണയോടും അസംബ്ലിയിൽ പറഞ്ഞു, കപ്പൽ മുങ്ങുകയാണ്, കപ്പിത്താൻ എത്ര നന്നായിട്ടും കാര്യമില്ല. ആ കപ്പലിൽ നിന്ന് ആളുകളൊക്കെ ഓടി ഓടി രക്ഷപ്പെടുകയാണ് അല്ലേ. ഇത് മണ്ണാർക്കാടാണ്. എന്താ മാർക്സിസ്റ്റ് പാർട്ടിന്റെ അവസ്ഥ അല്ലേ? എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ കണ്ടത്? ബിലാലും അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി, എന്തൊക്കെ ആക്രോശങ്ങളായിരുന്നു. നിങ്ങൾ എവിടെ ഇപ്പൊ നിൽക്കുന്നത് അല്ലേ?
അതൊക്കെ ഇനിയും പുതിയ പുതിയ വിസ്മയങ്ങൾ അടുത്ത ദിവസം വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോ എല്ലായിടത്തും പാലക്കാട് ജില്ലയിൽ അതിശക്തമായി CPM-നകത്തുള്ള വലിയ പ്രതിഷേധം പൊട്ടിപ്പിളർന്ന് പുറത്തു വരാനിരിക്കുകയാണ്. അതിന്റെ ചില സൂചനകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ഇതൊരു രാഷ്ട്രീയമായ വലിയ ജനമുന്നേറ്റമാണ് നമ്മൾ നടത്തുന്നത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ആ രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ അതിശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചയാളാണ് പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ മുന്നേറ്റം കൊണ്ട് രാഷ്ട്രീയമായി മുന്നേറാൻ കഴിയാത്തത് കൊണ്ട്, വികസന നേട്ടങ്ങൾ പറയാനില്ലാത്തത് കൊണ്ട്, ഭരണ നേട്ടങ്ങൾ പറയാനില്ലാത്തത് കൊണ്ട് ചില വർഗീയതകൾ പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ നിലപാടിന്റെ രാജകുമാരനായി തിളങ്ങിയതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. കേരള ജനത ആഗ്രഹിക്കുന്നത് അതാണ്. അല്ലാതെ തരാതരം പോലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന് ഈ കേരളം വഴങ്ങുകയില്ല, പുതിയ തലമുറ അതിന് വഴങ്ങുകയില്ല എന്നതാണ് സതീശന്റെ പ്രഖ്യാപനത്തോടൊപ്പം 10,000 ലക്ഷങ്ങൾ അണിചേർന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സുവ്യക്തമായ രാഷ്ട്രീയവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതോടൊപ്പം നമ്മളിവിടെ വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നു. റോഡും പാലങ്ങളും അതൊക്കെ വരും. അതോടൊപ്പം ഇതൊരു മലമ്പ്രദേശമാണ്, വനം പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രത്യേകമായ ഒന്നുകൂടിയുണ്ട്. ഇപ്പോ ദിവസവും പുലിയെ കാണുന്നു, കരടിയെ കാണുന്നു. ഇത് വിളിച്ചു പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ അതിനൊരു പ്രതിവിധിയുമില്ല. ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുകയാണ്. RRT സംവിധാനങ്ങൾ ഫലപ്രദമല്ല. കൃഷിനാശം വളരെ വലിയ തോതിലാണ്. എന്തെങ്കിലും ഒന്ന് നട്ടു നനച്ച് ജീവിക്കാന്ന് വിചാരിച്ചാൽ ഫോറസ്റ്റ് അവിടെ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ്. കാട്ടിലുള്ള മൃഗങ്ങളെ കാട്ടിൽ നിർത്തേണ്ടത് സർക്കാരിന്റെ ഫോറസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാർ കാട്ടുകയറാൻ നോക്കുന്നുണ്ടല്ലോ. ഒരു കമ്പാരെങ്കിലും പൊട്ടിച്ചാൽ ജാമ്യമില്ലാത്ത കേസെടുക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിയമമാണെങ്കിൽ ചെയ്തോ. പക്ഷേ കാട്ടിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സ്വത്തുവകകളും ജീവനും അപഹരിക്കുമ്പോ പിണറായിയുടെ സർക്കാർ എവിടെയാണ്? ഒന്നിനും പരിഹാരമില്ല. അപ്പൊ അതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണം. ബഡ്ജറ്റിൽ വിഹിതം വേണം, അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. നാമമാത്രമായ സംഖ്യ ബഡ്ജറ്റിൽ കൊടുക്കുക. എന്നിട്ട് എങ്ങനെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഈ ജനതയെ രക്ഷിക്കാൻ സാധിക്കും? അതിനൊരു മന്ത്രിയും അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്കറിയാം, ഏറ്റവും വലിയ ആദിവാസി ഭൂമികയായ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശം നമ്മുടെ മണ്ഡലത്തിലാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ അസംബ്ലിയിൽ ഉയർത്തി കാണിച്ചതാണ്. STP, SCP പദ്ധതികളിൽ നിന്ന് 500 കോടിയാണ് ഇവർ കട്ട് ചെയ്തത്. പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന് കിട്ടേണ്ട പണം. ഈ അട്ടപ്പാടിയിൽ ആയിരക്കണക്കിന് വീടുകളുണ്ട്. തറയിടാൻ പണം കൊടുത്തു, ലിൻഡൽ വരെ വാർക്കാൻ പണം കൊടുത്തു, പിന്നെ പൈസ കൊടുത്തില്ല. അതുകൊണ്ടോ കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ഒരു പകുതി പണിതീരാത്ത വീട് തകർന്നു വീണ് 2 ആദിവാസി കുട്ടികൾ പാവം അതിനിടയിൽപ്പെട്ട് മരണപ്പെടുന്ന ദാരുണമായ അവസ്ഥയുണ്ടായി. ആയിരക്കണക്കിന് വീടുകളുണ്ട്. ചോദിച്ചാൽ ഒന്നിനും ഉത്തരവില്ല. അപ്പൊ ഇതാണ് ഇവരുടെ പിന്നോക്ക ജനവിഭാഗങ്ങളോടുള്ള സമീപനം. ആദിവാസി ക്ഷേമത്തിന്റെ അവസ്ഥ. അട്ടപ്പാടിയിൽ ഞങ്ങളെ കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക് മാതൃകയായ കമ്മ്യൂണിറ്റി കിച്ചൺ. ഓരോ ഊരുകളിലും ഭക്ഷണം പാകം ചെയ്ത് വിളമ്പിക്കൊടുക്കുന്ന സംവിധാനം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഡോക്ടർ MK മുനീറിന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയുടെ ഊരുകളിൽ ഞങ്ങൾ നടപ്പാക്കിയതാണ്. ഈ ഗവൺമെന്റ് നിർത്തലാക്കി. അട്ടപ്പാടിയിലെ ആരോഗ്യ സംവിധാനം, ആ ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ നൽകുന്നില്ല. അട്ടപ്പാടി റോഡിന്റെ കാര്യവും തദൈവ വളരെ പതുക്കെയാണത് നീങ്ങുന്നത്. എന്തെല്ലാം പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. എന്നിട്ടിവിടെ അതിന്റെയൊക്കെ കുറ്റം MLA ആണെന്നാ പറയുന്നത്. അട്ടപ്പാടി റോഡ് പ്രവൃത്തി നടത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മന്ത്രി വന്നിട്ട് പറഞ്ഞല്ലോ അടുത്ത വർഷമാകുമ്പോഴേക്ക് പണി തീരുന്നു. മന്ത്രി വന്നു പോയതിന്റെ 3-ാം വാർഷികം കഴിഞ്ഞു. പക്ഷേ റോഡ് ഇപ്പോഴും ആമയുടെ വേഗതയിലാണ്. അല്ലേ? കേന്ദ്രം നിങ്ങൾക്ക് തന്നത് ഒരു ആമ ഗവേഷണ കേന്ദ്രമാണ്. നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞതും അതാണ്. അപ്പൊ നിങ്ങളുടെ വേഗത കേന്ദ്രത്തിന് ഏകദേശം അറിയാം. അതാണ് ഗവൺമെന്റ് പ്രവർത്തനങ്ങളുടെ പിടിപ്പുകേടാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു, ഗവൺമെന്റ് ഇല്ലായ്മയാണ് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന്. ഗവൺമെന്റ് കാര്യക്ഷമമല്ല.
ഏതായിരുന്നാലും ഇനി 2 മാസം കൂടിയേ നമ്മളിതൊക്കെ കാണേണ്ടതുള്ളൂ. 2 മാസം കഴിഞ്ഞാൽ വികസനത്തിന്റെ വസന്തവുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മളിതാ വീണ്ടും ഈ സംസ്ഥാനത്തെ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. ഈ പ്രതിസന്ധികളെല്ലാം നമുക്ക് ആ സന്ദർഭത്തിൽ തീർത്തു കൊടുക്കണം. ഉമ്മൻചാണ്ടിയുടെ ഭരണം നമുക്ക് ഓർമ്മയുണ്ട്. അതിവേഗം ബഹുദൂരം 10 മാസം കൊണ്ട് ഞങ്ങൾക്ക് കോളേജ് തന്നു ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി. ഒരു പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ച് 10ാമത്തെ മാസം ഒരു കുഞ്ഞിന് പിറവിയെടുക്കുന്ന സമയം കൊണ്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തന്നു ഉമ്മൻചാണ്ടി. അങ്ങനെ എത്രയെത്ര വികസനങ്ങൾ. കുന്തിപ്പുഴയിൽ പാലമുണ്ടായി. അങ്ങനെ ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നഗരവികസനവുമായി ബന്ധപ്പെട്ട് അതായിരുന്നു. അത് തീർത്തു വന്നത്തെ UDF-ന്റെ ഗവൺമെന്റ്. അങ്ങനെ ഒട്ടനവധി സംഗതികൾ. അതുപോലെ ഇനിയൊരു വികസനത്തിന്റെ വസന്തം ഈ മണ്ണാർക്കാടിനും കേരളത്തിനും തിരികെ വരാൻ പോവുകയാണ്. അതിനുവേണ്ടി ഊർജ്ജസ്വലമായി നമ്മൾ മുന്നേറുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സ്വീകരണ സമ്മേളനം വൻ വിജയമാക്കാൻ എല്ലാ മേഖലകളിൽ നിന്നും അട്ടപ്പാടി ഉൾപ്പെടെ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാക്കി. നിങ്ങൾ കടന്നു വന്നു. ഇത് UDF-നോടുള്ള നിങ്ങളുടെ ആഭിമുഖ്യമാണ്, നിങ്ങളുടെ പിന്തുണയാണ്. VD സതീശന്റെ നയങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഈ മഹാജനസാഗരം പ്രകടമാക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും UDF-ന്റെ മുഴുവൻ പ്രവർത്തകന്മാരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയമുള്ളവരെ, കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മലയാളികളോട് സംസാരിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട മലയാളിക്ക് പ്രതീക്ഷ നൽകി കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ഐക്യ ജനാധിപത്യങ്ങളുടെ നായകൻ ശ്രീ VD സതീശൻ അവറുകളെ മണ്ണാർക്കാടിന്റെ ഈ പ്രൗഢമായ സദസ്സിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ റഷീദ്, ഈ നാടിന്റെ ജനനായകനായ എൻ്റെ ആത്മമിത്രം പ്രിയങ്കരനായ ശ്രീ VK ശ്രീകണ്ഠൻ MP, ഞങ്ങളുടെ നിയമസഭയിലെ മികച്ച പാർലമെന്റേറിയനും ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു കൊടുത്ത പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ ശ്രീ N ഷംസുദ്ദീൻ MLA, മുൻ MLA ശ്രീ കളത്തിൽ അബ്ദുള്ള ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സദസ്സിലുള്ള പോരാളികളായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിങ്ങളെ പോരാളികൾ എന്ന് വിളിച്ചത് നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ യുദ്ധത്തിലെ പോരാളികളാണ് ഞാനും നിങ്ങളും എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും. ആ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കാരണം ആ യുദ്ധം ജയിക്കാൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും ആത്മവിശ്വാസമായി നമുക്ക് കൂട്ടിനുണ്ട്. അവരുടെ ഹൃദയാഭിലാഷം സാക്ഷാത്കരിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ യുദ്ധത്തിലൂടെ, ഈ പോരാട്ടത്തിലൂടെ നമ്മൾ നിർവഹിക്കാൻ പോകും. ഇവിടെ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞു 10 വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു പുതുയുഗത്തിന് നമ്മൾ തുടക്കം കുറിക്കണം. കേരളത്തെ മുഴുവൻ തകർത്തിവർ തരിപ്പണമാക്കി. നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ ഇവർ തടഞ്ഞു. കേരളം ഇപ്പോൾ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പല രംഗത്തും. ഒരു നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. ആ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കും. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷേ പോണ പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ദുരന്തമാണ്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയാണ് കേരളത്തിൽ. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ആരോപണം. പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, പണമില്ല.
ഇനി നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ ഹൃദയവികാരം യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാ UDF. പറയുന്നു, എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ, എവിടെയെല്ലാം ഈ ഗവൺമെന്റ് കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയോ, അവിടെയെല്ലാം നമ്മൾ വിജയിക്കും. അവിടെയെല്ലാം UDF കേരളത്തെ പുനർജനിപ്പിക്കും. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണ തുല്യമായ പ്രയത്നങ്ങൾ നടത്തി ലോകത്തെല്ലായിടത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം തേടി സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിൽ ഒരു മുന്നണിയും നടത്താത്ത തയ്യാറെടുപ്പ് നടത്തി കേരളത്തെ മാറ്റാനുള്ള സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇവരെ തകർത്ത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപരമായ നികുതി ഭരണത്തിലൂടെ ഖജനാവിന്റെ ചോർച്ച പൂർണ്ണമായി അടച്ചുകൊണ്ട്, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾ മാറ്റമുണ്ടാക്കും. പൂച്ച പെറ്റുകിടക്കുന്ന ഈ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു ഗവൺമെന്റിന്റെ ജോലി. ഖജനാവ് നിറഞ്ഞാൽ സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പി, അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന് മാറ്റമുണ്ടാക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പറഞ്ഞു, കേരളം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? വെന്റിലേറ്ററിൽ കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ആരോഗ്യവതിയാക്കി UDF കേരളത്തിലൂടെ നടത്തും. നമ്മൾ 8-9 മാസം മുമ്പ് ഒരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു. പ്രതിപക്ഷമാണ്, ഭരണകക്ഷിയല്ല, ഗവൺമെന്റ് അല്ല. മികച്ച ഡോക്ടർമാർ, 300ഓളം ഡോക്ടർമാർ രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. ഹെൽത്ത് കമ്മീഷൻ 600-ലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നമ്മൾ ആരോഗ്യ രംഗത്ത് ഒരു വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു. ഞാൻ പറയുന്നു, അത് നോളജ് അസറ്റാണ്, ജ്ഞാന സമ്പത്താണ്. ഈ സംസ്ഥാനത്തിന് വേണ്ടി അത്ഭുതകരമായ മാറ്റങ്ങൾ ആരോഗ്യ രംഗത്തുണ്ടാക്കും. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് 2. ഇപ്പോൾ കേരളത്തിന്റെ ചികിത്സാ ചെലവ്, ഒരു രോഗിയുടെ ചികിത്സാ ചെലവ് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ അത് 50% കുറയ്ക്കും. 2-ാം ഘട്ടത്തിൽ അത് 3-1 ചികിത്സാ ചെലവ് കുറയ്ക്കും. ഇവിടെ അട്ടപ്പാടിയിലെ സങ്കടങ്ങൾ, രോഗികളെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, പ്രയാസം, ട്രൈബൽ ഹോസ്പിറ്റൽ അത് പ്രത്യേകമായി ചെയ്യും. തീരപ്രദേശത്ത് പ്രത്യേക കെയർ യൂണിറ്റ് ഉണ്ടാകും. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പു പറയുന്നു, ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്ക് ആളുകൾ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റും. അത്രയും വലിയ പ്രോജക്റ്റാണ്. നമ്മുടെ കുട്ടികൾ 40 ലക്ഷം 50 ലക്ഷം മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. UDF വരുമ്പോൾ അവർ കാനഡയിൽ പോയി, ജർമ്മനിയിൽ പോയി, UK-യിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവരവിടെ പഠിക്കും. പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ 2 ഓപ്ഷൻസാണ്. 1 തൊഴിൽ, 2 സംരംഭം തുടങ്ങാൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ നമ്മുടെ ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിഷൻ ഡോക്യുമെന്റ് മുൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ളവർ തയ്യാറാക്കിയത്, മാസങ്ങളായി തയ്യാറാക്കിയത്, എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി തയ്യാറാക്കി. 19-ാം തീയതി തൃശ്ശൂരിൽ പ്രഖ്യാപിക്കുകയാണ്. കുട്ടികളുടെ അഭിലാഷങ്ങൾ അറിയാനുള്ള നോളജ് സർവേ വരെ എവരി ഇയർ അവർ പഠിത്തം കഴിഞ്ഞാൽ അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള സ്റ്റുഡന്റ് ട്രാക്കിംഗ് സർവേ. നമ്മുടെ ഭരണം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഗുഡ് ഗവേണൻസ്, സദ്ഭരണം. അത്
പൊളിറ്റിക്കൽ നെറേറ്റീവോ പറയുന്ന പൊള്ളയായ കാര്യങ്ങളൊന്നുമില്ല. ഡേറ്റ ഡ്രിവൺ ഗവേണൻസ്, ഡേറ്റയിൽ കളക്ട് ചെയ്ത് ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഉള്ള നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം, ആധുനികമായ മുഴുവൻ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ഇവിടെ വന്യജീവി ആക്രമണത്തെ കുറിച്ച് ഷംസുദ്ദീൻ തന്നെ നിരവധി പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുവിരൽ അനക്കുന്നില്ല, നിസ്സംഗരായി നിൽക്കുന്നു. ആന ചവിട്ടിക്കൊന്നു, കഷ്ടം. പുലി കടുവ കടിച്ചു കൊന്നു, അയ്യോ മോശമായി പോയി. ഇത്രയുള്ള പ്രതികരണം. നിസ്സംഗരായിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അവിടെ ഞങ്ങൾ പറയുന്നു, മലയോര യാത്ര നടത്തിയപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾ അതിനുവേണ്ടിയുള്ള സംരംഭങ്ങൾ കണ്ടെത്തി, പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചു, ആധുനികമായ സങ്കേതങ്ങൾ സമന്വയിപ്പിച്ചു. വന്യജീവി ആക്രമണത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വരെ ഉപയോഗിക്കും. മൃഗങ്ങളുടെ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അവരെ AI ഉപയോഗിച്ച്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയും വെളിച്ചമുണ്ടാക്കിയും തിരിച്ചോടിക്കാൻ ലോകരാജ്യങ്ങളിൽ ഉള്ള മെത്തേഡ്സ് കേരളത്തിലെ എല്ലാ പ്രശ്ന ബാധിത പ്രദേശങ്ങളിലും നടപ്പാക്കും. ഇത് UDF-ന്റെ വാക്കാണ്. കാർഷിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ ഉണ്ടാകും. ഞാൻ എല്ലാം പറയുന്നില്ല. നമുക്കൊരു സ്വപ്ന പദ്ധതി കൂടിയുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശം 600 കിലോമീറ്ററാണ്, കടലാണ്, പ്രകൃതിയുടെ വരദാനമാണ്. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. ഇതെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മളൊരു കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക. ഈ തെരുവിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% ഇതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സിനെ കയറ്റിയ ടൂറിസം പരിപാടി. 3ാം ഘട്ടത്തിൽ നദികളെയും ബാക്ക് വാട്ടറിനെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ടൂറിസം പ്രോജക്ട്. ഇതിന് തയ്യാറാക്കിയത് മാരിടൈം എക്സ്പേർട്സ് ആണ്, ഷിപ്പിംഗ് എക്സ്പേർട്സ്. അവരെന്നോട് പറഞ്ഞു, ഈ പദ്ധതി നടപ്പാക്കാൻ ലോകത്ത് ഇതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലമില്ല എന്നാണ്. നമ്മുടെ കേരളം, നമ്മുടെ പ്രത്യേകതകൾ, അതിന്റെ അഡ്വാൻറ്റേജസ്, അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി വരാൻ പോകുന്നത് ഭരണമാറ്റം മാത്രമല്ല, കേരളത്തിന്റെ മാറ്റം കൂടിയായിരിക്കും. ഇനി നമ്മൾ പിന്നോട്ട് നടക്കില്ല, കേരളം ഇനി മുന്നോട്ട് കുതിക്കും. ഇത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള അതിമനോഹരമായ ഒരു കേരളത്തിന്റെ സൃഷ്ടി. അതിനുള്ള സകല തയ്യാറെടുപ്പ്. ഇനി ഒരുപാട് കാര്യമുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് കിടക്കട്ടെ. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാകും, ഇത് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പുതുയുഗത്തിന് തിരശീല ഉയരുകയാണ്. വെറുതെയല്ല ഈ യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടത്. പുതുയുഗത്തിന്റെ ആരംഭമായിരിക്കും കേരളത്തിൽ എന്ന വാക്കാണ് UDF. ഇവിടെ എന്താ ചർച്ച? ഇവിടത്തെ ചർച്ച ഒടുക്കത്തെ വർഗീയത. സംഘപരിവാരം നമുക്കറിയാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ട അവർക്ക് സങ്കടം വരും. അപ്പൊ വിദ്വേഷ പ്രചരണം നടത്തും, നമ്മളെ തമ്മിലടിപ്പിക്കും. ഒരു കലാപമുണ്ടായ ഭയങ്കര സന്തോഷം അവർക്ക്. അവരപ്പോഴാണ് ചിരിക്കുന്നത്, സാഡിസ്റ്റുകളാണ്. ആ സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിലെ CPM സഞ്ചരിക്കുകയാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ സഞ്ചരിക്കുകയാണ്, ഒരേപോലെ. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലെ വർഗീയത പറഞ്ഞിട്ടുണ്ട്. ഏത് കാലത്ത്? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞിരുന്നത് ന്യൂനപക്ഷ പ്രേമ അഭിനയിക്കുകയായിരുന്നു. പിണറായി വിജയന്റെ പ്രസംഗമൊക്കെ എൻ്റെ ഇപ്പം മിണ്ടാറില്ല. അത് അല്ലെന്താ? ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷ പ്രണയം. ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി തട്ടിപ്പാണെന്ന്. അവർ വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി, നേരെ ഡൽഹിയിലേക്ക് പോയി. നിങ്ങൾ അറിയണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഹിന്ദു ദിനപത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. മലപ്പുറത്തെ കുറിച്ച് മോശമായി. മലപ്പുറത്ത് എന്താ കുഴപ്പം? അവിടെ എല്ലാവരും മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു കുഴപ്പം അവിടെ ഇല്ല. വർഗീയതയ്ക്ക് തിരികൊളുത്തിയതാണ്, ഭൂരിപക്ഷ വർഗീയതയ്ക്ക്. പിന്നെ പുറകെ കിങ്കരന്മാരുടെ വരവായി. നിങ്ങളുടെ നാട്ടുകാരൻ AK ബാലൻ, മന്ത്രി സജി ചെറിയാൻ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർഗീയത പ്രസംഗിക്കുന്ന ആളുകളെ
നമ്മുടെ മുഖ്യമന്ത്രി പോയി പൊന്നാടനീക്കും, ഞാൻ പറയണ്ടല്ലോ. എന്നിട്ട് അവരെ കൊണ്ട് വീണ്ടും പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതെല്ലാം ഒരു അജണ്ടയാണ്, ഒരു ഗൂഢാലോചനയാണ്. മന്ത്രി സജി ചെറിയാൻ എന്താ ചെയ്തത്? മന്ത്രിയാണേ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലുള്ള മന്ത്രി. മലപ്പുറത്ത് ജയിച്ചവരുടെ പേരൊന്ന് നോക്കാൻ. പച്ചയ്ക്ക് വർഗീയത പറയുക, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരാൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഇരിക്കുക. UDF ആണെങ്കിൽ 24 മണിക്കൂറകം പുറത്താക്കിയേനെ, ചെവിക്ക് പിടിച്ച് പുറത്താക്കിയേനെ. ഈ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുക ഇവർ എന്ത് ഇടതുപക്ഷമാണ്, എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? ഞാനൊരു കാര്യം പറയാം. UDF പറയുന്നു കേരളത്തിൽ ഒരാളും ഭൂരിപക്ഷ വർഗീയതയും പറയേണ്ട, ന്യൂനപക്ഷ വർഗീയത പറയേണ്ട. വർഗീയത പറഞ്ഞാൽ ആരും കൂടെ പറയണ്ട. വർഗീയത പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും, ശക്തിയായി എതിർക്കും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും അതിൽ വെള്ളം ചേർക്കില്ല. ഒരാളും വർഗീയത പറയണ്ട. ഇനി ചിലര് വരും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട. ഏത് വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലും വർഗീയത പറഞ്ഞ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചു നാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാവും, പിന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ മക്കളും താമസിക്കുന്ന കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. എന്നോട് പലരും പറയും, എന്തിനാണ് ഇത്ര കട്ടിക്ക് പറയണത്? ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരു കൈകളും നീട്ടി UDFന്റെ ഈ മതേതര നിലപാടിനെ ഹൃദയത്തിൽ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോ, മതേതര കേരളം തലയെടുപ്പോടുകൂടി ഈ രാജ്യത്തിന്റെ മുമ്പിൽ നിൽക്കും. ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയായ ഒരു കേരളം, ഇത് സെക്കുലർ കേരളമാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു കേരളം, അതുകൂടി നമ്മുടെ ലക്ഷ്യമാണ്. അതുകൂടി നമ്മൾ യാഥാർത്ഥ്യമാക്കും. ഒരാളും പറയില്ല വർഗീയത. വർഗീയത വർഗീയത പറയാൻ വരുന്നവരെ നമ്മൾ തോളോട് തോളൊരുമ്മി നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കും. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ വരണ്ടായ. അതാണ് UDFന്റെ ലക്ഷ്യം. ഇവര് പ്രഖ്യാപനങ്ങളാണ്, വെറുതെ പ്രഖ്യാപനം. 5 നയാ പൈസ ഖജനാവിലില്ല. എന്നിട്ട് കോടികൾ മുടക്കി മുഖ്യമന്ത്രി ഹോർഡിംഗ് വെച്ചേക്കാണ് കേരളത്തിന് മുമ്പ്. തെരഞ്ഞെടുപ്പ് പ്രചരണോ? ആരുടെ കാശ? നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് എല്ലാം ശരിയാക്കിയെന്ന് പറയണത്. എല്ലാം ശരിയാക്കി തരും. ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, ജനങ്ങൾ. അതാണ് പറയാനുള്ളത്. എന്നിട്ട് പറയും 2021 പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കും. ഇവിടെ 4.25 കൊല്ലം ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? ആളുകളെ പറ്റിച്ചില്ലേ? വോട്ട് ചെയ്തില്ലേ ആളുകൾ? 4.25 കൊല്ലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. 400. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പിണറായി വിജയൻ നിങ്ങൾ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിൽ നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പൊ നമ്മുടെ മണി സഖാവ് ഇടുക്കിയിൽ നിന്ന് പറഞ്ഞു, കൊള്ളരുതാത്തവന്മാര് ആര് വോട്ടർമാര് ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തെന്ന്. എന്റെ മണി സഖാവെ, അവര് കൊള്ളരുതാത്തവന്മാരൊന്നും അല്ല, അവര് നല്ല ബുദ്ധിയുള്ളവരാ നിങ്ങളെക്കാൾ. അവർക്കറിയാം ഈ 2 മാസമേ LDF പെൻഷൻ കൊടുക്കുള്ളൂ. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കുണ്ട്, നിങ്ങൾക്കില്ല. എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? പയ്യന്നൂര് ചെന്നപ്പോ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. ഇപ്പൊ കേരളത്തിലെ CPMന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. വെറും ലോട്ടറി അല്ല, ബമ്പർ. അപ്പൊ പിരിവോടങ്ങാൻ ധനരാജന്റെ ഫണ്ട് മുഴുവൻ കട്ടെടുത്തതിനെ ആക്ഷേപം ഉന്നയിച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ പുറത്താക്കി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. നമ്മുടെ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അതിമനോഹരമായൊരു ദ്വാരപാലക ശില്പം, സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടതിയാ പറഞ്ഞത്. കോടീശ്വരനെ പറ്റിച്ചു. കള്ള മുതലാണെങ്കിൽ അയാൾ കോടികൾ കൊടുത്ത് മേടിക്കോ? അപ്പൊ കോടതി പറഞ്ഞു 2019 മുതൽ ഇവന്മാര് കള്ള കൊടുക്കും. ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കക്കും. അങ്ങനെ 2024 ആയപ്പോ വീണ്ടും കക്കാൻ തുടങ്ങി. ഫേക്ക് അർജൻസി ഉണ്ടാക്കിയെന്ന കോടതി പറഞ്ഞു.
അതായത് വ്യാജമായ ഒരു അടിയന്തര സിറ്റുവേഷൻ. ഇപ്പൊ സ്വർണം പൊതിഞ്ഞേ പറ്റുള്ളൂ, വീണ്ടും കക്കാൻ പോയതാ. അപ്പൊ കോടതി ഇടപെട്ടു. ഞാൻ വിചാരിക്കുന്ന അയ്യപ്പൻ തന്നെ ഇടപെട്ടെന്ന, ഇല്ലെങ്കിൽ അയ്യപ്പനെ അറിയാം, അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി ഇവന്മാരെ അടിച്ചു മാറ്റിയേനെ. എന്നിട്ട് ഈ ജയിലിൽ കിടക്കുന്ന 3 CPM നേതാക്കന്മാർക്കെതിരായി ഒരു നടപടിയെടുത്തില്ല. ഇത് ചൂണ്ടിക്കാണിച്ച ഈ കമ്മ്യൂണിസ്റ്റുകാരനെതിരായിട്ട് നടപടിയെടുക്കുക എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന CPMന്റെ. അത് കഴിഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം. എന്റെ പൊന്നെ, എന്തൊരു കളവാണ്. നിയമസഭയിൽ തന്ന കണക്ക് വേറെ, കോടതി തന്ന കണക്ക് വേറെ, ഓഡിറ്റിന് തന്ന കണക്ക് വേറെ. അയ്യപ്പനേക്കാൾ വലിയ പടമാണ് പിണറായി വിജയൻ ഫ്ലെക്സിൽ വെച്ചത്. അപ്പോഴാണ് ഒരു പ്രത്യേക അയ്യപ്പ ഭക്തി ഒരു ദിവസം സുപ്രഭാതത്തിൽ ഉണ്ടാവുകയാണ്. ആകെ പങ്കെടുത്തത് 600 പേരാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 3000 പേരുടെ കണക്കാണ്. 4000 പേര് ലഞ്ച് കഴിച്ചെന്ന് കണക്ക്, 5000 പേര് ഡിന്നർ കഴിച്ചെന്ന് കണക്ക്. കിടക്ക വരെ അടിച്ചു മാറ്റി, അവിടെ കൊണ്ടുവന്ന കിടക്ക വരെ അടിച്ചു മാറ്റി. മൊത്തം കളവ്, പന്തല് കളവ്. കോടതി പറയാണ്. ഈ പണ്ട് കൊല്ലം കോർപ്പറേഷനിൽ ഇവരൊരു ഫെസ്റ്റിവൽ നടത്തി CPMകാർ. അപ്പൊ ഒരു കുതിരയെ കൊണ്ടുവന്നു. ഈ കുതിരയെ കൊണ്ടുവരുമ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം അതിന്റെ ചെലവ് വൗച്ചർ കൊടുക്കണം. അപ്പൊ ഇവരൊരു വണ്ടിയുടെ നമ്പർ വൗച്ചർ എഴുതി കൊടുത്തു. കുതിരയെ കൊണ്ടുവന്നു. അപ്പൊ ലോക്കൽ ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കിയപ്പോ ഒരു മാരുതി കാർ. ശരിടാ, മാരുതി കാറിൽ എങ്ങനെയാ കുതിരയെ കൊണ്ടുവന്ന്? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ഈ തട്ടിപ്പുകാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി മുഴുവൻ കാശും അടിച്ചു മാറ്റി. അയ്യപ്പൻ പുറകെയുണ്ട്, അതെല്ലാം പുറത്തു വന്നു. എന്തൊരു കളവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തുന്നില്ല. ഇപ്പോഴുള്ള സ്ഥിതി എന്താ? ഇപ്പോ ഈ പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക. ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ ഈ റോഡിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഷംസുദ്ദീൻ പറഞ്ഞു. അദ്ദേഹം എത്രയോ അതിന് പുറകെ നടക്കുന്ന ഒരാളാണ്. അട്ടപ്പാടിക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാകും. ആ റോഡ് UDF യാഥാർത്ഥ്യമാക്കും, ധൈര്യമായിട്ടിരുന്നോ. അട്ടപ്പാടിക്ക് പ്രത്യേകമായ പരിഗണന ഉണ്ടാവും. ആ പാവപ്പെട്ട മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കും. അവർക്ക് സംരക്ഷണം ഉണ്ടാവും, മുഴുവൻ സംരക്ഷണം കൊടുക്കും. കഴിഞ്ഞ കൊല്ലം 512 കോടി രൂപയാണ് SC/ST ഫണ്ട് പ്ലാനിൽ നിന്ന് കട്ട് ചെയ്ത്. ഈ ഇതില്ലേ, നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമല്ലോ, നമ്മുടെ ഫണ്ട് കൊടുക്കും അവർക്ക്, അതുപോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. എല്ലാ പരിപാടികളും ചെയ്യും. ഇതിനെല്ലാം കേരളത്തിൽ മാറ്റമുണ്ടാകും. നമ്മൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ UDF എന്ന് പറയുന്നത് പഴയ UDF അല്ല, നമ്മൾ ടീം UDF. ആ ടീം UDF കേരളത്തിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും. ആ വിസ്മയങ്ങൾ ഉണ്ടാകുന്ന ഈ ജില്ലയിൽ അത്ഭുതകരമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകും എന്നാണ് ശ്രീകണ്ഠൻ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ മണ്ണാർക്കാട് റെക്കോർഡ് ഭൂരിപക്ഷം, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള റെക്കോർഡ് ഭൂരിപക്ഷം. ഞെട്ടണം ഭൂരിപക്ഷം കണ്ടേ, വേണ്ടേ? ഏറ്റ് എനിക്ക് ഉറപ്പ് തന്നെ. ഉറക്കത്താ നമുക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റമുണ്ടാകും, കേരളത്തിനും മാറ്റമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയൂ, നമ്മുടെ കേരളം വരികയാണ്, നമ്മുടെ കേരളം. ആ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതുയുഗ യാത്രയുമായി ഇവിടെ എത്തിയത്. നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തും. ആരാർപ്പണമാണ് ലിസ്റ്റ് വായി